ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പറ്റിച്ചുലർത്തിയതാണ്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് പറ്റിച്ചുലർത്തിയതാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ കോഴിയാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. ഈ ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ എത്രയും ചെറുതാക്കാവോ അത്രയും ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. നമുക്കതിനെയും ഒരു പാത്രത്തിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 സവോള നീളത്തിലരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു തേങ്ങ, ഞാൻ ഒരു തേങ്ങയാണ് കൊത്തിയെടുത്തേക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങ ഫുള്ളും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ 1.5 കിലോ കോഴി ആയതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ ഫുള്ളും ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി നമുക്ക് വേണ്ടത്. ഞാനിവിടെ ചെറിയ സ്പൂണിനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടി എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതുപോലെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി വേണ്ടത്. അതിലേക്ക് നമുക്ക് ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും 1 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി. പെരിഞ്ജീരകം മാത്രം പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അതൊരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിച്ചു കൊടുക്കാം. ആ ഇറച്ചി കഷ്ണങ്ങളിൽ എല്ലായിടത്തും നന്നായിട്ട് പിരളുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റോളം നമുക്ക് ഈ കോഴി ഒന്ന് വേവിച്ചെടുക്കണം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇടയ്ക്ക് തുറന്നു നോക്കാം. വെള്ളം ആവശ്യത്തിനുണ്ടോന്ന് തുറന്നു നോക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. ചിക്കന് ചൂടായി വരുന്നതേ ഉള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ചിക്കനിൽ നിന്ന്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ നന്നായിട്ട് വേകുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വേകാൻ വെച്ചിട്ട് 25 മിനിറ്റായി. ചിക്കൻ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഉലർത്തിയെടുക്കണം. മസാലയൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കണം.
ഇത് കറക്റ്റാണ് മസാലയൊക്കെ. ഇനി മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനി ഉലർത്തിയെടുക്കാം. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ചിക്കന് നല്ല കളറുണ്ട്. നമുക്കിനി അതൊരു വേറൊരു പാത്രത്തിലേക്ക് ചേർത്ത് ഉലർത്തിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മസാല ചേർക്കാത്തത്. മസാല കുറവാണെങ്കിൽ നമ്മൾ ഈ കറിവേപ്പില ഇട്ട് ഉലർത്തുന്ന ആ ടൈമിൽ കുറച്ച് മസാലപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിതിലെ വെള്ളം വറ്റുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കനിലെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിത് കുറച്ചുകൂടെ ഉലർത്തിയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ചു നേരം കൂടെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം വറ്റി ചിക്കനിൽ ഈ മസാലയെല്ലാം പിടിക്കുന്ന വിധത്തിലാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചിക്കൻ പറ്റിച്ചുലർത്തിയത് റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.